ഹായ് ഓൾ, വെൽക്കം ടു ഡ്രീം ഗാർഡൻ. ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ്. സെയിൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സിനായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. പഴയ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങൾ ഈ പ്ലാന്റ്സ് ഒന്നും വാങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഇപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. താഴെ ഞാൻ വാട്സപ്പിൻ്റെ കാറ്റലോഗ് കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് ത്രൂ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്താൽ മതിയാവും. DTDC ത്രൂ ആണ് നമ്മൾ കൊറിയേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നത്. ആവശ്യമുള്ളവർക്ക് മാത്രം പ്രൊഫഷണൽ കൊറിയേഴ്സും സെൻഡ് ചെയ്യുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് അവൈലബിൾ അല്ല. എല്ലാ വർക്കിംഗ് ഡേയ്സിലും തന്നെ നമ്മൾ കൊറിയേഴ്സ് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കോംബോയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കോംബോ അല്ലാതെ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടും വാങ്ങാം. ഓരോ പ്ലാന്റിനും 50 റുപ്പീസ് വെച്ചിട്ട് തന്നെയാണ് റേറ്റ് വരുന്നത്. മെലസ്റ്റോമേൻ്റെ 4 കളർ വെറൈറ്റീസ് ആണ്. നമുക്കങ്ങനെ എപ്പോഴും ഈ 4 കളേഴ്സും ഒരുമിച്ച് കിട്ടാറില്ല. അപ്പോൾ ഒരുമിച്ച് കിട്ടിയപ്പോൾ ഒരു കോംബോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ കൊറിയർ ചാർജസ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ഇൻക്ലൂഡഡ് അല്ലാതെ 190 റുപ്പീസാണ് റേറ്റ് വരുന്നത്. പിന്നെ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ മെലസ്റ്റോമോ കോംബോ എന്ന് പറഞ്ഞിട്ടോ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മൾ കാറ്റലോഗിൽ മാക്സിമം എല്ലാ പ്ലാന്റ്സിനെയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ മാക്സിമം ഒരു 50-60 ആ ഒരു റേഞ്ചിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റിൽ വരുന്ന ഒരു 5 to 6 പ്ലാന്റ്സ് മാത്രമാണ് 60ൽ കൂടുതൽ റേറ്റ് വരുന്ന പ്ലാന്റ്സ് ഉള്ളൂ. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ അടുത്തുള്ള പ്ലാന്റ്സൊക്കെ ഞാനിതിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ മെലസ്റ്റോമ ഇതാണ്. അപ്പോൾ മെലസ്റ്റോമനെ നമുക്ക് തികച്ചും ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണെങ്കിലും നമ്മളിങ്ങനെ സെൻഡ് ചെയ്ത് തരുന്ന ചെടികളെ നിങ്ങൾ പ്ലാന്റ്സിനെ മണ്ണും മണലും ചകിരിച്ചോറും മാത്രമുള്ള പോട്ടി മിക്സിൽ നട്ട് നല്ല കൂളിംഗ് ഏരിയയിൽ വെക്കുക. ഒരു 20-25 ഡേയ്സ് കഴിയുമ്പോൾ നമുക്കത് പാർഷ്യലി വെയിലിട്ടുന്ന ഏരിയയിലോട്ടും ഗ്രാജുവലി അതിനെ നമ്മൾ വെക്കാൻ വിചാരിക്കുന്ന സ്ഥലത്തോട്ടും മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് പ്ലാന്റ് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ്. 50 റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. കാറ്റലോഗിൽ നമ്മൾ ഓൾറെഡി റേറ്റ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം റേറ്റ്സ് എടുത്ത് പറയുന്നില്ല. ബട്ടർഫ്ലൈ പ്ലാന്റ്സിൻ്റെ സീഡ്സ് ആണ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ട്യൂബേഴ്സ് പോലത്തെ സീഡ്സ് ആണ് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. 20 റുപ്പീസാണ് സീഡ്സിൻ്റെ റേറ്റ് വരുന്നത്. ഗ്രീനും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് ലിമിറ്റഡ് ആയതുകൊണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത്യാവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ബ്രൈഡൽ യെല്ലോയാണ് നമുക്ക് എപ്പോഴും ഫ്ലവർ ചെയ്ത് കാണിക്കാൻ പറ്റാറുള്ളത്. ഇത്തവണ ബ്രൈഡൽ വൈറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്, ഫ്ലവറോട് കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള ബ്രൈഡൽ വൈറ്റിൻ്റെ തൈകൾ ഇപ്പോൾ സെയിലിൽ റെഡി ആയിട്ടുണ്ട്. 50 റുപ്പീസാണ് റേറ്റ് വരുന്നത്. എല്ലാ പ്ലാന്റ്സിലൊന്നും ഇത്ര ചെറിയ പ്ലാന്റ്സിൽ ഫ്ലവർ ഇല്ല. അപ്പോൾ ഫ്ലവർ ഉള്ളൊരു പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോ ആണ്. ചിലർക്ക് എന്നല്ല പലർക്കും ഈ ബ്രൈഡൽ യെല്ലോയും ത്രിസ്ലാഡേ പ്ലാന്റും തമ്മിൽ ഒരു ഡൗട്ട് തോന്നാറുണ്ട്. രണ്ടിൻ്റെയും ഫ്ലവേഴ്സ് സിമിലർ ആയതുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ രണ്ടും തന്നെയാണ്. ഫ്ലവേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണെന്നേ ഉള്ളൂ. നെക്സ്റ്റ് പ്ലാന്റ് ലെമൺ വൈൻ ആണ്. ലെമൺ വൈൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. 50 റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത്. മണിമുല്ലൻ്റെ അത്യാവശ്യം തൈകൾ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സൈസാണ് പ്ലാന്റിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ മണിമുല്ലയ്ക്ക് 40 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് അല്ലെങ്കിൽ നല്ലൊരു ക്രീപ്പറിന്ന് എപ്പോഴും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് ഷുവറായിട്ടും മണിമുല്ലയാണ്. വൺസ് നമ്മളത് നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിന് പ്രത്യേകിച്ച് കെയറിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഫ്ലവർ തന്നുകൊണ്ടേയിരിക്കും. അതേപോലെ ഈ പെട്രിയ പ്ലാന്റ്സും സെയിം തന്നെയാണ്. പെട്രിയൻ്റെ 2 കളേഴ്സിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, വയലറ്റും പിങ്കും. അതായത് കോഞ്ചിയ എന്ന് പറയുന്ന വെറൈറ്റി. വൈറ്റ് നമ്മളടുത്തുണ്ട്, പക്ഷെ അത് കുറച്ച് വലിയ തൈകളാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ഞാൻ ഡയറക്റ്റ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. യെസ്റ്റർഡേ ടുഡേ ടുമാറോ. നമുക്ക് ഒരു പ്ലാന്റ് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് മസ്റ്റ് ഹാവ് ആണ്. നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് ഉണ്ടായിരിക്കണം. ഡെയിലി നമുക്കിതിൽ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. പ്ലാന്റ് കാണാനും ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് പ്ലാന്റ് ക്ലോക്ക് വൈൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരുകളിൽ ലേഡി ഇഷ്യൂ അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ്. നെക്സ്റ്റ് തുമ്പർജിയ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. തുമ്പർജിയ വിഭാഗത്തിൽ നിറയെ പ്ലാന്റ്സ് വരുന്നുണ്ട്. അതിൽ ഒരു ഡെറിവേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പ്ലാന്റാണിത്. 50 റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത്. ഗോൾഡൻ കാസ്കേഡ് ഈ പ്ലാന്റിൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
നമ്മളൊരു കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ട് ഒരു 8 മന്തിന് ശേഷം അവർക്ക് ഫ്ലവർ ആയപ്പോൾ തൊട്ടുള്ള ഇമേജസ് ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും 50 റുപ്പീസ് തന്നെയാണ്, അതുകൊണ്ടാണ് റേറ്റ് എടുത്ത് പറയാത്തത്. നെക്സ്റ്റ് പ്ലാന്റ് മെഡിനിലയാണ്. മെഡിനിലിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ റിപ്പോർട്ടിങ്ങിൻ്റെ ടൈം ആയിട്ടുള്ള പ്ലാൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു സെയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതെല്ലാം റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ ഓഫേഴ്സ് എപ്പോഴെങ്കിലും എൻഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആലോചിക്കാം. നെക്സ്റ്റ് പ്ലാന്റ് മരമുല്ലയാണ്. മരമുല്ലേൻ്റെ തന്നെ 2-3 വെറൈറ്റീസ് ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് എന്താ പറയുക, നോർമൽ ടൈപ്പാണ്. ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പ്, മുരയ്യ ടൈപ്പ് ഫ്ലവർ വരുന്നത്, അങ്ങനെ 2-3 വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇതിന് 60 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നല്ല വലിയ പ്ലാന്റാണ്. നിങ്ങൾക്ക് മണത്തോട്, അതായത് നല്ല സ്മെല്ലുള്ള പ്ലാന്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള പ്ലാന്റാണ് ഈ ഒരു സൺഡേ മൺഡേ പ്ലാന്റ്, അല്ലെങ്കിൽ ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റ്. നമുക്ക് എന്താ പറയുക, ഒരു ഫ്ലവർ ഉണ്ടായി അത് വിരിഞ്ഞ് പോകുന്നത് വരെ അത്യാവശ്യം നല്ല സ്മെല്ലായിരിക്കും. നല്ല എന്താ പറയുക, നമ്മളൊരു പണ്ടത്തെ ഒരു സുഗന്ധരാജൻ പ്ലാന്റ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ആ ഒരു സിമിലർ സ്മെൽ തന്നെയാണ് ഇതിന് വരുന്നത്. സൺഡേ മൺഡേ എന്ന് നെയിം വരാൻ കാര്യം, ഇതിന് ആദ്യം ഒരു എന്താ പറയുക, ഡാർക്ക് യെല്ലോയിഷ് കളറിൽ നിന്ന് പിന്നെ ലൈറ്റ് വൈറ്റ് കളറിലേക്കാണ് ഇതിൻ്റെ ഫ്ലവർ ട്രാൻസ്ഫോം ആകുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ ഒരു പേരുള്ളത്. ജസ്റ്റീഷ്യ പ്ലാന്റും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റീഷ്യ പ്ലാന്റിന് 40 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. റേറ്റ് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ഇത് ജോൺ ക്രീപ്പറാണ്. ജോൺ ക്രീപ്പറിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. 40 റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത്. മാക്സിമം എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ചെടി തന്നെയാണ് ജോൺ ക്രീപ്പർ. നെക്സ്റ്റ് പ്ലാന്റ്സ് നമുക്ക് വരുന്നത് ബോർ പ്ലാന്റ്സ് ആണ്. ബോർ പ്ലാന്റ്സിൻ്റെ 2 വെറൈറ്റീസ് ആണ് കാണിക്കുന്നത്. ഒന്ന് ഗ്രീൻ ലീഫ് വരുന്ന പ്ലാന്റും ഒന്ന് ഈ വെരിഗേറ്റഡ് ടൈപ്പും. 2 ടൈപ്പിലുള്ള ബോർ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നത്. ഇതൊക്കെ ക്രീപ്പേഴ്സാണ്. നിങ്ങൾക്ക് പ്ലാന്റ്സിനെ പറ്റിയോ പ്ലാന്റ്സിനെ നടുന്ന രീതിയെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്തോ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പ്ലാന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജീവനുള്ള ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണ്. പ്ലാന്റിനെ സ്നേഹിക്കുന്നവരെല്ലാവരും അങ്ങനെയാണ് കാണുന്നതെന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കയ്യിൽ ആ പ്ലാന്റ് എത്തിക്കഴിയുമ്പോൾ അതിന് എത്രത്തോളം ജീവൻ കൂടുതൽ കൊടുക്കാൻ പറ്റും എന്ന് വേണം നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് റംഗൂൺ ക്രീപ്പറാണ്. ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കൊടുവേലി പ്ലാന്റ് ആണ്. അതായത് നീല കൊടുവേലി, റെഡ് കൊടുവേലി, വെള്ള കൊടുവേലി, അങ്ങനെ 3 ടൈപ്പിലുള്ള കൊടുവേലി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 230 റുപ്പീസാണ് ഈ 3 പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത്. ബ്ലൂവിന് മാത്രം ലീഫ് ഡിഫറൻസ് ഉണ്ട്. വൈറ്റിനാണെങ്കിൽ ആ കൂമ്പും ഇലയെല്ലാം ഒരു എന്താ പറയുക ഗ്രീനിഷ് കളറിലാണ് വരുന്നത്. റെഡിനും ലീഫ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് റോസ്മേരി പ്ലാന്റ് ആണ്. റോസ്മേരിക്ക് 100 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്ന സൈസിലുള്ള ബിഗ് സൈസ് റോസ്മേരീസ് മാത്രമേ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ഹോളി പ്ലാന്റ് ആണ്. എത്ര പേർക്ക് ഈ ഹോളി പ്ലാന്റ്സിനെ പറ്റി അറിയാം എന്ന് എനിക്കറിയില്ല. എന്നാലും ഈ ഡാർക്ക് ഗ്രീനിഷ് കളർ ലീഫിൽ റെഡ് കളറ് ഇതുപോലുള്ള പൂക്കൾ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഹോളി പ്ലാന്റ്സും ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ്. നല്ല റെഡിഷ് കളർ ഫ്ലവർ തരുന്ന ഈ ഹോളി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഗ്രീൻ പ്ലാന്റിൽ റെഡ് കളർ ഫ്ലവറാണ് വരുന്നത്. എഗെയിൻ ഒരു റെഡ് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് റൊസിഡോൻ്റെ റെഡ് കളർ വെറൈറ്റി മാത്രമേ ഇപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളടുത്ത് 10 മണി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കോൺടാക്ട് ചെയ്യുക. ഒരു 5 to 6 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇൻക്ലൂഡിങ് കൊറിയർ ചാർജസ് അടക്കം. 230 റുപ്പീസാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കാണുന്നത് സൈപ്രസ് വിഭാഗത്തിൽ പെടുന്ന തുജ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഈ തുജ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ സൈപ്രസ് പോലെ നന്നായിട്ട് പടർന്നല്ല ഉണ്ടാകുന്നത്, കുറച്ചൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് പോലെ ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഇതതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണ്. ടോട്ടലി 3 വെറൈറ്റീസാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വെരിഗേറ്റഡ് തുജ, അതേപോലെ തന്നെ നോർമൽ തുജ, ഗോൾഡൻ തുജ, അങ്ങനെ 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
അപ്പോൾ ഈ 3 കളേഴ്സും ഒരൊറ്റ കോംബോ ആയിട്ടാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സിംഗിൾസ് ആയിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം. സിംഗിൾസ് ആയിട്ട് വാങ്ങുമ്പോൾ നോർമൽ തുജിക്ക് 50 റുപ്പീസാണ് റേറ്റ് വരുന്നത്. മറ്റതിന് രണ്ടിനും 100 റുപ്പീസ് വെച്ചിട്ടാണ് ഈച്ച് വരുന്നത്. ഇത് 3 കൂടി കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ 230 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത് മാത്രമാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്, നല്ലൊരു എയർ പ്യൂരിഫയർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് മെഡിസിനൽ യൂസസ് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലാന്റ്സൊക്കെയാണ് ഇന്ന് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരൊക്കെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ കാറ്റലോഗ് ത്രൂവോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഇതേപോലത്തെ പ്ലാൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് കാണാനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.